നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ വീണ്ടും ഒരു സ്വർണ്ണ നിധിശേഖരം കണ്ടെത്തിയിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിൽ ഇത്തരത്തിൽ സ്വർണ്ണശേഖരം കണ്ടെത്തുന്ന വാർത്തകൾ വരുമ്പോൾ ഇന്ത്യയിലും അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് വളരെ രാജ്യത്തിനും ഏറെ ഗുണകരമാകുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഒരു സംസ്ഥാനത്ത് 6 ജില്ലകളിലായിട്ടാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇനി പിന്നീടുള്ള പ്രവർത്തികൾ ഉടൻ നടക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് സർക്കാർ നൽകുന്നത്. 45 ഇന്ത്യ കഴിഞ്ഞ വർഷം 700 മുതൽ 800 മെട്രിക് ടൺ സ്വർണ്ണമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ സാധിക്കുന്ന ആസ്തി കൂടിയാണ് സ്വർണം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും സ്വർണം വാങ്ങുന്നതിൽ നിന്ന് മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡിന് ശേഷമാണ് സ്വർണത്തിന്റെ മാന്ത്രിക ശക്തി എല്ലാ രാജ്യങ്ങളും തിരിച്ചറിഞ്ഞത്. എന്നാൽ ഇന്ത്യക്ക് ഇനി അധികകാലം ഇത്തരത്തിൽ സ്വർണം മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല ഇറക്കാൻ. അതിനുള്ള കാരണം എന്താണെന്നല്ലേ? ഇപ്പോഴിതാ ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണ് ഒഡീഷയിൽ നിന്നും പുറത്തു വരുന്നത്. ഇന്ത്യയിലെ സ്വർണ്ണഖനിയുടെയും സ്വർണ്ണക്കൊള്ളയുടെയും കഥ പറഞ്ഞ സിനിമയാണ് KGF. എന്നാൽ സിനിമയെ വെല്ലുന്ന ഒരു സ്വർണ്ണഖനി ഇന്ത്യയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഒഡീഷയിലെ 6 ജില്ലകളിൽ നിന്ന് സ്വർണ്ണശേഖരം കണ്ടെത്തിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. 4 ജില്ലകളിൽ ഇതിനായി പര്യവേഷണം തുടങ്ങിക്കഴിഞ്ഞു. ദിയേഗഡ്, സുന്ദർഗഡ്, നബരംഗ്പൂർ, കിയോഞ്ജർ, അങ്കുൽ, കോരാപുട്ട് എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ മയൂർഭഞ്ച്, മൽക്കാൻഗിരി, സാമ്പൽപൂർ, ബൗദ്ധ് എന്നിവിടങ്ങളിലും പര്യവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 മാർച്ചിൽ മന്ത്രി വിഭൂതി ഭൂഷൺ ജന ഇക്കാര്യം നിയമസഭയിൽ അറിയിച്ചിരുന്നു. ഏകദേശം 10 മുതൽ 20 മെട്രിക് ടൺ സ്വർണം വരെ 6 ജില്ലകളിൽ നിന്ന് ഖനനം ചെയ്യാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ കരുതുന്നത്. കൃത്യമായ കണക്ക് ഇതുവരെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം ഇന്ത്യ ഏകദേശം 700 മുതൽ 800 മെട്രിക് ടൺ സ്വർണം ഇറക്കുമതി ചെയ്തിരുന്നു. ആഭ്യന്തര സ്വർണ്ണ ഉൽപാദനം വളരെ കുറവാണ്. 2020 കണക്കനുസരിച്ച് പ്രതിവർഷം 1.6 ടൺ മാത്രമാണ്. അതിനാൽ തന്നെ ഒഡീഷയിൽ ഖനനം തുടങ്ങിയാൽ അത് ഇന്ത്യക്ക് വലിയ നേട്ടമാകും. ഇന്ത്യയെ ഇതോടുകൂടി തന്നെ പല വമ്പൻ രാജ്യങ്ങളും ഒരുപക്ഷെ ഉറ്റുനോക്കാനുള്ള സാധ്യതയുമുണ്ട്. ദിയോഗഡിലെ ഖനിയാണ് ആദ്യം ലേലം ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ധാതു ഖനനം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒഡീഷ. ദിയോഗഡ്, സുന്ദർഗഡ്, നബരംഗ്പൂർ, കിയോഞ്ജാർ, അങ്കുൽ, കോരാപുട്ട് എന്നിവിടങ്ങളിൽ സ്വർണമുണ്ടെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം മയൂർഭഞ്ച്, മൽക്കൻഗിരി, സാമ്പൽപൂർ, ബൗദ്ധ് എന്നിവിടങ്ങളിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സ്വർണ്ണ ഖനനം തന്നെയാണ് ഇനി ഭാവിയിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരുങ്ങുകയാണ് ഇപ്പോൾ ഒഡീഷ സർക്കാർ. ലേലം വിളിക്കാനുള്ള നടപടികളൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിൽ സ്വർണ്ണോൽപാദനം വളരെ കുറവാണ്. പല സംസ്ഥാനങ്ങളിലും സ്വർണ്ണമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കുറഞ്ഞ അളവിൽ മാത്രമാണ് അവിടെ ഉൽപാദനം നടക്കുന്നത്. 2020 1.6 ടൺ സ്വർണം മാത്രമാണ് ഇത്തരത്തിൽ ഇന്ത്യക്കകത്ത് നിന്ന് ഉൽപ്പാദിപ്പിച്ചത്. അതേസമയം ഒഡീഷയിലെ ഖനനം തുടങ്ങിയാൽ അത് ഇന്ത്യക്ക് വൻ നേട്ടമാകും. ദിയോഗഡിലെ ഖനിയാണ് ആദ്യം ലേലം ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ധാതു ഖനനം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒഡീഷ. ഒഡീഷയിൽ നിന്ന് സ്വർണ്ണഖനനം കൂടി സാധ്യമായാൽ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഖനന മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൂടുതലായി വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. അടുത്തിടെ മധ്യപ്രദേശിലെ ജബൽപൂരിൽ സ്വർണ്ണശേഖരം കണ്ടെത്തിയിരുന്നു. എത്രത്തോളം സ്വർണ്ണമുണ്ടെന്ന് മനസ്സിലാക്കാൻ അവിടെ വിശദമായ പഠനം ഇപ്പോഴും നടന്നു വരികയാണ്. ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണ ഖനികളിലൊന്ന് കർണാടകയിലെ റായ്ചൂർ ജില്ലയിലെ ഹുട്ടി ഗോൾഡ് മൈനാണ്. കൊലാർ ഗോൾഡ് ഫീൽഡ് അതായത് KGF, ഗതക് സ്വർണ്ണ ഖനികളും കർണാടകയിലാണുള്ളത്. ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ലയിലും സ്വർണ്ണ ഖനിയുണ്ട്. ആന്ധ്രയിലെ ചിറ്റൂർ ജില്ലയിലെ രാംഗിരി, ചിഗർഗുണ്ട, ബിസനാഥം സ്വർണ്ണ ഖനികളും പ്രശസ്തമാണ്. ജാർഖണ്ഡിലെ ഈസ്റ്റ് സിംഗ്ഭൂം ജില്ലയിലാണ് പറാസി സ്വർണ്ണഖനി. കഴിഞ്ഞ വർഷം നവംബറിൽ 8300 കോടി US$ മൂല്യമുള്ള സ്വർണ്ണശേഖരം ചൈനയിലും കണ്ടെത്തിയിരുന്നു. ചൈനയിൽ മാത്രമല്ല പലയിടങ്ങളിലായിട്ട് ഇത്തരത്തിൽ വൻ സ്വർണ്ണശേഖരം കണ്ടെത്തുന്ന വാർത്തകൾ പലപ്പോഴായിട്ട് പുറത്തു വരാറുണ്ട്. അത്തരത്തിലൊരു കണ്ടെത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ആ രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തി വളരെ വലിയ രീതിയിൽ കുതിച്ചുയരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വടക്കുകിഴക്കൻ ഹുനാൻ പ്രവിശ്യയിലായിരുന്നു ചൈനയിൽ ഇത്തരത്തിലൊരു വലിയ സ്വർണ്ണ നിധിശേഖരം കണ്ടെത്തിയത്. 3 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു അവിടെ സ്വർണം കിടന്നിരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപാദക രാജ്യവും ചൈനയാണ്. ആഗോള ഉൽപാദനത്തിന്റെ 10% ചൈനയിൽ നിന്നാണ്. ഈ വർഷം ജനുവരിയിലാണ് പാകിസ്ഥാനിൽ ഇത്തരത്തിൽ സ്വർണ്ണശേഖരം കണ്ടെത്തുന്നത്.
പഞ്ചാബ് പ്രവിശ്യയിൽ കണ്ടെത്തിയ ഈ സ്വർണ്ണശേഖരത്തെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിച്ചതോടെ പ്രദേശവാസികളും ചെറിയ തോതിൽ ഖനനം ആരംഭിച്ചിരുന്നു. സർക്കാർ സൈന്യത്തെ വിന്യസിച്ചാണ് ആ മേഖലയെ ഇപ്പോൾ സംരക്ഷിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈയിലും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു പുതിയ സ്വർണ്ണഖനി പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ്. അത് ആന്ധ്രാപ്രദേശിലെ കുണ്ണൂർ ജില്ലയിലെ ജോനഗിരി പ്രദേശത്തായിരുന്നു. ഈ സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നതും ആ ഭാഗത്താണ്. ഡെക്കാൻ ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ പ്രൊജക്റ്റും ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സ്വർണ്ണഖനി ഉടൻ പ്രവർത്തനം തുടങ്ങാനിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ഗോൾഡ് മൈൻ പ്രൊജക്റ്റാണ് ജോനഗിരി. ഇവിടെ നിന്ന് ഓരോ വർഷവും 750 കിലോഗ്രാം സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ആദ്യ വർഷം 400 കിലോഗ്രാം ഉൽപ്പാദിപ്പിച്ച ശേഷം പിന്നീട് പതിയെ മുഴുവൻ കപ്പാസിറ്റിയിലേക്ക് എത്തിക്കാനാണ് തീരുമാനം. 80 വർഷത്തിനു ശേഷം ഇന്ത്യയിൽ ആരംഭിക്കുന്ന ആദ്യ സ്വർണ്ണഖനിയാണ് ജോനഗിരി ഗോൾഡ് മൈൻ. 200 കോടിയാണ് ഡെക്കാൻ ഗോൾഡ് മൈൻ ഇതിനായി നിക്ഷേപിച്ചിരിക്കുന്നത്. ജിയോ മൈസൂർ സർവീസസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന മറ്റൊരു കമ്പനിക്കും 40% ഡെക്കാൻ ഗോൾഡിൽ ഓഹരിയുണ്ട്. ഇരുവരും ഒരുമിച്ചാണ് ഇന്ത്യയുടെ ആദ്യ പ്രൈവറ്റ് ഗോൾഡ് ഖനന പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നത്. ഖനിക്കും സംസ്കരണ പ്ലാന്റിനും ആന്ധ്രാപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പാരിസ്ഥിതിക അനുമതിയും നൽകി കഴിഞ്ഞിരുന്നു. പൂർണ്ണതോതിലുള്ള ഖനനം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാം സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കമ്പനി കുറച്ചുനാൾ താൽക്കാലിക പ്രവർത്തനവും നടത്തുമായിരുന്നു. ഇന്ത്യയിലെ സ്വർണ്ണത്തോടുള്ള ബന്ധം വെറും സാമ്പത്തിക നിക്ഷേപത്തിനപ്പുറം ആഴമേറിയ സാംസ്കാരികവും വൈകാരികവുമായ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. വിവാഹങ്ങൾ, ഉത്സവങ്ങൾ, മതപരമായ ചടങ്ങുകൾ എന്നിവയിൽ സ്വർണം ഒരു അവിഭാജ്യ ഘടകമാണ്. UBSന്റെ വാക്കുകളിൽ ഇന്ത്യൻ വീടുകൾ സ്വർണ്ണത്തോട് വൈകാരികമായി മാത്രമല്ല ബന്ധപ്പെട്ടിരിക്കുന്നത്, അവർ അതിലൂടെ കൂടുതൽ സമ്പന്നരാകുന്നു. ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും സാമ്പത്തിക പിരിമുറുക്കങ്ങളും നിലനിൽക്കുന്ന ലോകത്ത് സ്വർണ്ണത്തിലുള്ള ഇന്ത്യയുടെ പരമ്പരാഗത വിശ്വാസം ഒരു സുരക്ഷിത നിക്ഷേപമായി തുടരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നുമാണ് ഇന്ത്യ. വർഷം തോറും വൻതോതിൽ സ്വർണം രാജ്യം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ ഭൂരിഭാഗവും ആഭരണങ്ങളായി വീടുകളിലും ക്ഷേത്രങ്ങളിലും എത്തുന്നു. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വീടുകളിലും ക്ഷേത്രങ്ങളിലുമായി ഏകദേശം 25,000 ടൺ സ്വർണം ശേഖരമായുണ്ട്. ഇത് ലോകത്തിലെ സ്വകാര്യ സ്വർണ്ണ ശേഖരത്തിന്റെ 14% വരും. ഇതിലൂടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്വർണ്ണ ശേഖര രാജ്യമായി മാറുന്നു. 2026 ഇന്ത്യയുടെ പ്രതീക്ഷിത GDPയുടെ 56% വരും. 25,000 ടൺ സ്വർണത്തിന്റെ വിപണി മൂല്യം ഇത് മറ്റു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ അതിശയിപ്പിക്കുന്നതുമാണ്. ഉദാഹരണത്തിന് IMFന്റെ കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ മൊത്തം GDP $411 ബില്യൺ മാത്രമാണ്. അതായത് ഇന്ത്യൻ വീടുകളിലെ സ്വർണ്ണശേഖരം പാകിസ്ഥാന്റെ GDPയുടെ 6 ഇരട്ടി മൂല്യമുള്ളതാണ്. ഇറ്റലി $2.4 ട്രില്യൺ, കാനഡ $2.33 ട്രില്യൺ തുടങ്ങിയ വികസിത രാജ്യങ്ങളുടെ GDPയേക്കാൾ പോലും ഈ സ്വർണ്ണശേഖരത്തിന്റെ മൂല്യം കൂടുതലാണ്. 2020 മുതൽ സ്വർണ്ണവില ഇരട്ടിയായത് ഇന്ത്യൻ വീടുകളിലെ സ്വർണ്ണശേഖരത്തിന്റെ മൂല്യം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വൻ സ്വർണ്ണശേഖരം ഉണ്ടായിരുന്നിട്ടും ഈ സമ്പത്ത് സാമ്പത്തികമായി മുതലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ പരിമിതമാണ് എന്നതാണ് ശ്രദ്ധേയം. വീടുകളിലെ സ്വർണത്തിന്റെ 2% താഴെ മാത്രമാണ് വായ്പകൾക്കും ജാമ്യമായി ഉപയോഗിക്കുന്നത്. ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, ചോള തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ സ്വർണ്ണ പിന്തുണയുള്ള വായ്പകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ആഭരണങ്ങളോടുള്ള വൈകാരിക ബന്ധവും സാംസ്കാരിക മൂല്യങ്ങളും ഇത്തരം പദ്ധതികളുടെ വിജയത്തെ പരിമിതപ്പെടുത്തുന്നു. 2026 അപ്പുറം സ്വർണത്തിന്റെ ഡിമാൻഡും വിലയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കും. വിലവർദ്ധനവ് തുടർന്നാൽ ഇന്ത്യൻ വീടുകളിലെ സ്വർണ്ണശേഖരത്തിന്റെ മൂല്യം GDPയുടെ കൂടുതൽ ശതമാനമായി മാറും.